ഒരൽപ്പം ചെറുപയറും അവലും ഒരേ ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു നാടൻ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ചൂടോടുകൂടിയും അല്പം ഒന്ന് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് ഇത് കേടായി പോകത്തുമില്ല. ഇതിനെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പിൻ്റെ 3/4 ഭാഗം ചെറുപയർ എടുത്തിട്ടുണ്ട്. തീയെ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നല്ലവണ്ണം ഇളക്കി ഇതൊന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങും. അതുവരെ ഒന്ന് വറുത്തെടുക്കണം. ഇതായിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അല്പം ഒന്ന് ആറിക്കോട്ടെ. അതേ കടായി വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂണോ നെയ്യ് ഒഴിക്കുക. ഇനി കുറച്ച് കശുവണ്ടി ചേർത്തൊന്ന് വറുത്തെടുക്കണം. കശുവണ്ടിക്ക് പകരമായിട്ട് നിലക്കടല വേണമെങ്കിൽ ചേർക്കാം. നിലക്കടലയും കശുവണ്ടിയോട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാം. അത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ആ നെയ്യ് ഒന്ന് വടിച്ച് കോരി എടുത്തിട്ടുണ്ട്. ബാക്കി നെയ്യിൽ 1/2 കപ്പ് അവൽ ചേർക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. ബ്രൗൺ അവൽ വേണമെങ്കിലും എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിക്കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അവൽ നല്ലവണ്ണം ഈ നെയ്യിലൊന്ന് ചൂടായി കിട്ടണം. അവൽ വറുക്കാതെ ഇതിൽ ചേർക്കാവുന്നതാണ്. നെയ്യിൽ ഇതുപോലെ ഒന്ന് വറുത്ത് ചേർക്കാമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇതൊന്ന് മാറ്റി വയ്ക്കുക. അല്പം ഒന്ന് ചൂടാറിക്കോട്ടെ. വീണ്ടും കടായിൽ 1 ടീസ്പൂണോളം നെയ്യ് ചേർക്കുക. ഇതിലോട്ട് വലിയ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കണം. നേന്ത്രപ്പഴം നല്ലവണ്ണം പഴുത്തതായിരിക്കണേ. നല്ല സൈസിലുള്ള ഒരെണ്ണമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. തൊലിയൊക്കെ ഒന്ന് കറുത്ത് വരുന്ന പരുവത്തിലുള്ള നേന്ത്രപ്പഴമാണ് ചേർത്തത്. ഇനി നെയ്യിൽ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. നേന്ത്രപ്പഴം നല്ലോണം കളർ മാറി വെന്ത് വന്നതിന് ശേഷം 1/2 കപ്പ് തിരുമിയ തേങ്ങ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി തേങ്ങ ഒന്നുകൂടി ഒന്ന് ചൂടായി വരണം. നേന്ത്രപ്പഴം വെന്തത് കാരണം തേങ്ങയിൽ പെട്ടെന്നത് ഒട്ടിപ്പിടിക്കുകയെ. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങയൊക്കെ ഇങ്ങനെ നല്ലവണ്ണം ചൂടാക്കി എടുക്കുന്ന കാരണം പെട്ടെന്ന് ഈ പലഹാരം കേടായി പോകത്തില്ല. 2-3 ദിവസത്തിനൊക്കെ ഇരുന്നോളും. തേങ്ങയൊക്കെ നല്ലവണ്ണം ചൂടായതിന് ശേഷം എള്ള് ചേർക്കുക. ഒരു 3/4 ടീസ്പൂണോളം കറുത്ത എള്ളും അതേ അളവിൽ തന്നെ വെള്ള എള്ളും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കളറും എള്ളില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ചേർത്താലും മതി. ഇനി ഈ എള്ളൊന്ന് ചൂടാകാൻ വേണ്ടി കുറച്ച് സെക്കൻഡുകൾ മാത്രം ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതായിട്ടുണ്ട്. ഇത് ഇനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ചീകിയ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിക്കുക. ഞാൻ 1/2 കപ്പ് അവലാണല്ലോ എടുത്തിട്ടുള്ളത്. ഇത് ശർക്കരയാണ് ചേർത്തത്. ഇപ്പോൾ ടോട്ടൽ 1/4 കപ്പ് ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട്. ശർക്കരയുടെ അഴുക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇതൊന്ന് തിളപ്പിച്ചെടുത്തത്. നല്ലവണ്ണം അലിഞ്ഞ് ശർക്കര വന്നിട്ടുണ്ട്. തിളച്ചും വന്നിട്ടുണ്ട്. അതേ കടായി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അരിച്ചൊഴിക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഒരല്പം ഒന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്ന് നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുപയറും അല്പം ഒന്ന് ആറിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും നൈസായിട്ട് പൊടിയത്തില്ല. റവ പരുവത്തിലിരിക്കും. ശർക്കരപ്പാനി നല്ലവണ്ണം വെട്ടി തിളയ്ക്കുകയാണ്. ഇതിലോട്ട് അവൽ ചേർക്കാം. കൂടെ തന്നെ ചെറുപയർ പരിപ്പ് പൊടിച്ചതോടെ ചേർക്കാം. തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടി, പെട്ടെന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി. പഴം മിക്സോടെ ചേർക്കാം. ഇനി ഇത് പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടാനായിട്ട് തീ കൂട്ടി കൊടുക്കരുത്. തീ അല്പം കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അവലും പഴമെല്ലാം നല്ലവണ്ണം ഒന്നുകൂടി വെന്ത് മിക്സ് ആകണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ശർക്കര നല്ല ഡാർക്ക് കളറാണെങ്കിൽ ഈ പലഹാരത്തിന് നല്ലൊരു കളറ് കിട്ടും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അത്രയും ഡാർക്ക് കളറല്ല. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ആ മധുരമൊക്കെ ബാലൻസ് ആകാൻ ഉപ്പ് ചേർക്കണം.
വീണ്ടും നല്ലവണ്ണം മിക്സ് ആക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഞാനിവിടെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി തന്നെയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതാ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അത് വെന്തിരിക്കുകയാണ്, ഒന്നുകൂടെ ഉടയാനുണ്ട്. അത് ഇളക്കും തോറും നല്ലവണ്ണം മിക്സ് ആയിക്കോളും. ഈ ഒരു പലഹാരം ചെയ്യാനായിട്ട് നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ് നല്ലത്. കുറച്ച് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. പാത്രത്തിൻ്റെ സൈഡിലൊട്ടാതെ സൈഡ് ഇങ്ങനെ വിട്ട് വിട്ട് വരും. ഇനി കുറച്ചുകൂടി ഇതിൽ വെള്ളമയമുണ്ട്, അതുകൂടെ ഒന്ന് ഡ്രൈ ആകണം. ഇതുപോലെ ഇങ്ങനെ മടങ്ങി വരും. പഴമൊക്കെ കുറച്ചുകൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്, കുഴഞ്ഞിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പ് ചേർക്കുക. ഇതുപോലെ നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് കേടാകത്തുമില്ല, 2-3 ദിവസത്തിനൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തവി ഏത് മോൾഡിനകത്താണോ വെച്ച് ഷേപ്പ് ചെയ്യുന്ന ആ മോൾഡൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. അതായത് വെള്ളമയം ഒട്ടും പാടില്ല. ഉരുട്ടിയെടുക്കണമെങ്കിൽ ഉരുട്ടിയെടുക്കുക. അപ്പോൾ കൈ നനവില്ലാത്തതായിരിക്കണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. തവിയുടെ കൂടെ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരുന്ന കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ എടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ചൂടോടുകൂടിയോ അല്പം ആറിയതിന് ശേഷമോ ഇതുപോലെ ബിസ്ക്കറ്റ് കട്ടറോ ഇല്ലെങ്കിൽ ബോട്ടിൽ ജാറുണ്ടല്ലോ അതിൻ്റെ അടപ്പോ ഒക്കെ വെച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കറി എടുക്കുന്ന ചെറിയ ബൗളുണ്ടല്ലോ, നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ട് അല്പം എണ്ണ തേച്ചിട്ട് അതിൽ വെച്ചെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ പ്ലേറ്റിൽ നെയ്യ് തടവിയതിന് ശേഷം ഇത് മൊത്തത്തിലിട്ട് ഒന്ന് കിണ്ണത്തപ്പം ചെയ്തെടുക്കുന്ന പോലെ എടുക്കാം. 2-3 ദിവസത്തിനൊക്കെ ഈ പലഹാരം ഉപയോഗിക്കാനാണെങ്കിൽ ഈ മോൾഡായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളും ബോട്ടിൻ്റെ അടപ്പുകളും ഒക്കെ നല്ല ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളമയമില്ലാതെ ചെയ്തെടുക്കണം. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നേക്കണേ. അതേപോലെ കമൻറ്റ് തരാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.